കേരളത്തിലെ പ്രധാന വിളയൊന്നുമല്ല എങ്കിലും നമ്മുടെ പല കർഷകരും ഈ ചോളം കൃഷി ചെയ്യാറുണ്ടല്ലേ. വയനാട്ടിലെ ഒരു കർഷകൻ എങ്ങനെയാണെന്നോ ഇതിൽ വ്യത്യസ്തനാകുന്നത്? അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വിളയുന്നത് 25-ലധികം വ്യത്യസ്ത ഇനം ചോളമാണ്. ആറാട്ടുതറ സ്വദേശിയും പ്രശസ്ത കിഴങ്ങ് കർഷകനുമായ കേദാരം ഷാജിയാണ് ചോളം കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള ചോളമാണ് നമുക്ക് കഴിച്ചും കണ്ടും പരിചയം. പക്ഷേ ഷാജിയുടെ കൃഷിയിടത്തിൽ പല നിറത്തിലുള്ള ചോളങ്ങൾ വിളയുന്നു. കടും ചുവപ്പും കറുപ്പും ഒപ്പം പല നിറത്തിലുള്ള മഴവിൽ ചോളവുമൊക്കെ ഇവിടെയുണ്ട്. ഹൈദരാബാദിൽ വെച്ച് നടന്ന കാർഷിക മേളയിൽ നിന്നാണ് ഷാജിക്ക് ചുവപ്പ്, വെള്ള, മഞ്ഞ നിറങ്ങളിലുള്ള ചോളവിത്തുകൾ ലഭിച്ചത്. ഇതിൽ ഏകദേശം 20ഓളം വെറൈറ്റി ഞാൻ സ്വന്തം ഉരുത്തിരിച്ചെടുത്തതാണ്. ഈ പല കളറുള്ള ചോളങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ഉരുത്തിരിച്ചെടുത്തതാണ്. നമുക്കൊരു 90 ദിവസം കൊണ്ട് ഇതിൻ്റെ വിളവെടുക്കാവുന്നതാണ് മറ്റൊരു പ്രത്യേകത. കേരളത്തിലെ കാർഷിക മേഖലയിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത കർഷകനാണ് കേദാരം ഷാജി. 3 ദേശീയ അവാർഡുകളും 11 സംസ്ഥാന അവാർഡുകളും ഉൾപ്പെടെ 250-ലധികം പുരസ്കാരങ്ങളാണ് ഷാജിയെ തേടിയെത്തിയിട്ടുള്ളത്. വ്യത്യസ്ത ഇനം കിഴങ്ങുകളുടെ സംരക്ഷകനായാണ് അറിയപ്പെടുന്നതെങ്കിലും കഴിഞ്ഞ 7 വർഷമായി ചോളം കൃഷിയിലും ഷാജി സജീവമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന ചോളം വിൽക്കുന്നതിന് പകരം സംസ്ഥാനത്തിനകത്തും പുറത്തും വിത്തുകൾ നൽകി കൃഷി വ്യാപിപ്പിക്കാനാണ് ഷാജി ഉദ്ദേശിക്കുന്നത്. കൂടാതെ സ്കൂളുകളിൽ ചോളകൃഷി ആരംഭിക്കുന്നതിന് സൗജന്യമായി വിത്തുകൾ നൽകാനും പദ്ധതിയുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. കമൽ, അപ്പോൾ കേദാരം ഷാജി അദ്ദേഹത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കൃഷിയെക്കുറിച്ചും അദ്ദേഹം നൽകുന്ന സംഭാവനകളെക്കുറിച്ചും അത്രത്തോളം എടുത്തു പറയേണ്ട കാര്യമില്ല. പലർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്, പ്രത്യേകിച്ച് കർഷകർക്കിടയിൽ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പുതിയ പരീക്ഷണം അത് വീണ്ടും വിജയം കണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും ഈ ചോളം അതത്ര നമ്മുടെ നാട്ടിൽ അത്രയും പോപ്പുലർ അല്ല, എന്നാലും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇത്രയും വെറൈറ്റി ഒക്കെ കൊണ്ടുവന്ന് അത് വിജയം കൊയ്യുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ചോളത്തെക്കുറിച്ച് നമ്മളൊക്കെ പുറത്ത് പോയാലാണെങ്കിലും ഈ കഴിക്കുന്നുണ്ട്, അതും ഈ മഞ്ഞ ആ നിറത്തിലുള്ളത് മാത്രമേ കാണുകയുള്ളൂ. ഇതിപ്പോൾ നിറത്തിലായാലും എല്ലാ കാര്യത്തിലായാലും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഇനങ്ങളൊക്കെ കേരളത്തിലെത്തിക്കുകയും വയനാട്ടിലുൾപ്പെടെ അതെല്ലാം വിജയിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കർഷകരെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഒരുപക്ഷെ ഇങ്ങനെ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊരു ഉദാഹരണമായിട്ട്, ഒരു മാതൃകയായിട്ട് മുന്നിലേക്ക് വെക്കുകയും ചെയ്യാം. മാനന്തവാടിക്കടുത്ത് ആറാട്ടുതറയിലാണ് ഈ ഷാജി കേദാരത്തിൻ്റെ കാർഷിക പരീക്ഷണശാല. ഒരുപാട് വർഷമായി ഷാജി കൃഷിയിൽ പല പരീക്ഷണങ്ങളും നടത്തുന്നു. കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഷാജിയുടെ പ്രധാന ഇനം. അപൂർവ ഇനം കിഴങ്ങുകൾ കൃഷി ചെയ്യുക, അതിൻ്റെ വിത്തുകൾ സംരക്ഷിക്കുക, അങ്ങനെയൊക്കെയാണ് ഷാജി ഒരുപാട് അംഗീകാരങ്ങൾ നേടിയിട്ടുള്ളത്. ഇപ്പോഴിതാ ചോളം കൃഷിയിലും പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ 7 വർഷമായി ചോളം നടുന്നുണ്ട്. പക്ഷേ ഇത്തവണയാണ് ഇത്ര അധികം ഇനം, നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഇനത്തിലുള്ള ചോളം അടക്കം അവിടെ കൃഷി ചെയ്തിരിക്കുന്നു. കടും ചുവപ്പ് നിറത്തിലുള്ള ചോളമടക്കം വിളഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദിലൊരു കാർഷിക മേളയ്ക്ക് പോയപ്പോഴാണ് ഷാജി ഇത്തരത്തിൽ പല നിറത്തിലുള്ള ചോളം കൊണ്ടുവരികയും അതിൻ്റെ വിത്തുകളൊക്കെ വേർതിരിച്ച് ഇത്രയും ഇനം കൃഷി ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. വിൽപ്പനയ്ക്കായല്ല ഷാജി ചോളം കൃഷി ചെയ്യുന്നത്. കിഴങ്ങിൽ സ്വീകരിച്ച് അതേ മാതൃക തന്നെ വിത്ത് സംരക്ഷിച്ച് കൂടുതൽ സ്ഥലത്തേക്ക് ഈ വ്യത്യസ്ത ഇനങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഷാജി ഇതെല്ലാം ചെയ്യുന്നത്. അതോടൊപ്പം വിദ്യാലയങ്ങളിലും ചോളം കൃഷി ചെയ്യാൻ വേണ്ടി വിത്ത് സൗജന്യമായി നൽകുമെന്ന് ഷാജി പറയുന്നു. ഒരുപാട് സ്ഥലമൊന്നും വേണ്ട ചോളം കൃഷിക്ക്, കൂടുതൽ വലിയ രീതിയിലുള്ള പരിചരണമൊന്നും വേണ്ട, മുറ്റത്തടക്കം കൃഷി ചെയ്യാം. ഇതൊക്കെയാണ് ചോളം കൃഷിയുടെ അനുകൂലമായ കാര്യങ്ങളായി ഷാജി പറയുന്നത്. എന്തായാലും ഷാജിയുടെ കാർഷിക പരീക്ഷണങ്ങൾ തുടരുകയാണ്. കിഴങ്ങ് കഴിഞ്ഞ് ചോളമായി ഇനിയും കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ കമൽ, അപ്പോൾ കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ തന്നെ മുന്നിലേക്ക് വരട്ടെ അല്ലേ. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ എത്രത്തോളം ഗുണകരമാണ്, ഇവിടെ അനുയോജ്യമായ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വെറും വാക്കിലൂടെ അല്ല എന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം അദ്ദേഹം പരീക്ഷിച്ചതാണ്, അതിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.